ഒരിക്കൽ 9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി 2 മക്കളെ വയറിലിട്ട ഫാത്തിമ ബീവി അലി ബിൻ അബീ ത്വാലിബിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, അലി എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് തിന്നാൻ പൂതിണ്ട്. ഇത് കേട്ട അലി ബിൻ അബീ ത്വാലിബ് മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി പലരോടും കടം ചോദിച്ചു. ആരും കാരക്ക കൊടുക്കുന്നില്ല. അവസാനം റസൂൽ കൊടുത്ത പടയങ്കി ഒരു ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പണയം വെച്ച് കൈനിറയെ മധുരമുള്ള ഈത്തപ്പഴവുമായി അലി ബിൻ അബീ ത്വാലിബ് വീട്ടിലേക്ക് ഓടുക ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ. മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് നിൽക്കുന്ന പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ പറഞ്ഞു, അലി ഒരു കാരക്ക ഞങ്ങൾക്ക് താ. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൈ നീട്ടി മുഴുവൻ കാരക്കയും സഹാബാക്കൾ വാരിക്കുന്നു. അവസാനം വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വന്ന അലി ബിൻ അബീ ത്വാലിബിനോട് ഒരക്ഷരം തർക്കുത്തരം പറയാതെ ആ വീട്ടിൽ ആകെയുണ്ടായിരുന്ന ഗോതമ്പെടുത്ത് ഫാത്തിമ ബീവി അലി ബിൻ അബീ ത്വാലിബിന്റെ മുൻപിലേക്ക് നീക്കിവെച്ചു. ആ ഗോതമ്പ് പുഴുങ്ങിയതെടുത്ത് വായിൽ വെക്കുന്ന അലി റളിയല്ലാഹു അൻഹു അറിയാതെ ഒന്ന് കരഞ്ഞു പോകും. ഫാത്തിമ ബീവി തോളത്ത് തട്ടിയിട്ട് ചോദിക്കും, എന്തിനാ അലി നിങ്ങൾ കരയുന്നത്? അലി ബിൻ അബീ ത്വാലിബ് തിരിച്ചു പറഞ്ഞു, ഫാത്തിമ നീ എന്താ എന്നോട് ആ മധുരമുള്ള കാരക്കയെ പറ്റി ചോദിക്കാത്തത്? അതിന് ഫാത്തിമ ബീവി തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക ഓരോ ഭാര്യന്റെ അടുത്തുനിന്നും ഭർത്താക്കന്മാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഫാത്തിമ ബീവി പറഞ്ഞു, അലി എനിക്കുറപ്പാ ഒന്നുകിൽ താങ്കൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകും. സന്തോഷത്തോടെ ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിക്കുന്ന അലി ബിൻ അബീ ത്വാലിബ് അന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഫാത്തിമ നിന്റെ നാവാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ